ഹലോ ഗൈസ്, ഇത് ഓഗസ്റ്റ് മാസം. ഓഗസ്റ്റ് മാസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ മലയാളികളും ഒരേ സ്വരത്തിൽ പറയും അത് നമ്മുടെ ഓണമെന്ന്. പക്ഷെ ഞാനുള്ളത് കേരളത്തിലല്ല കേട്ടോ, ഞാനുള്ളത് ബാംഗ്ലൂരാണ്. അപ്പം എല്ലാവരും ഇവിടെ ഒരേ സ്വരത്തിൽ പറയുന്നത് എന്താണെന്നല്ലേ, ഗണേശ പണ്ടിക. നമ്മുടെ ബാംഗ്ലൂരിന്റെ ഏറ്റവും വലിയൊരു ആഘോഷം എന്ന് പറയുന്നത് ഗണേശ പണ്ടികയാണ് കേട്ടോ. ഈ ഒരു ഗണേശ പണ്ടിക ഒരൊറ്റ ദിവസത്തെ ആഘോഷമല്ല, ഗണേശ ചതുർത്ഥിയുടെ അന്ന് തുടങ്ങി 10 ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷം തന്നെയാണ് കേട്ടോ ഈ ഒരു ഗണേശ പണ്ടിക. വീടുകളിലും സ്ട്രീറ്റുകളിലും എന്നുകൊണ്ട് റോഡിൽ വരെ ആകെ മൊത്തം ഒരു വൈബാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ മുതൽ അവരവർക്ക് പറ്റുന്ന രീതിയിൽ ഗണേശ വെച്ച് പൂജിക്കാറുണ്ട്. ഇതുപോലുള്ള വലിയ ഗണേശ തുടങ്ങി കുഞ്ഞു ഗണേശ വരെ നമുക്ക് ഓരോ സ്ട്രീറ്റിലും കാണാൻ സാധിക്കും കേട്ടോ. പക്ഷേ ഈ ഒരു ഗണേശയുടെ വലിപ്പത്തിലൊന്നുമല്ല ആ ഒരു മുഖത്തിന്റെ തേജസ് അല്ലെങ്കിൽ ആ ഒരു ഐശ്വര്യം അതൊന്നും ശരിക്കും പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. ചില ഗണേശകളിലേക്ക് നമ്മൾ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞാൽ കണ്ണെടുക്കാൻ പോലും തോന്നില്ല കേട്ടോ. ആ കണ്ണുകളിലെ ആകർഷണത ശരിക്കും പറഞ്ഞാൽ നമ്മളെ വിസ്മയിപ്പിക്കുന്നത് തന്നെയാണ്. ഇങ്ങനെ കാണുന്ന ഓരോ ഗണേശയുടെയും ഭംഗി അല്ലെങ്കിൽ ആ ഒരു തേജസ് എന്ന് പറയുന്നത് അത് നിർമ്മിച്ചു തന്ന ആ ഒരു ശില്പിയുടെ കൈകളിലാണ്. ഗണേശ എവിടേക്കാണ് വെക്കുന്നത് കൃത്യമായിട്ട് ഐഡിയ ഉള്ളതുകൊണ്ട് എല്ലാ വർഷവും ഗണേശ വണ്ടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരങ്ങളിൽ വണ്ടി എടുത്താൽ ഇങ്ങനെ ഇറങ്ങി കേട്ടോ. പിന്നെ ഓരോ ഗണേശയും പോയി കാണുക, ആ ഒരു ഭംഗി ആസ്വദിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു പരിപാടി.